നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഒരു അടിപൊളി ഒരു റെസിപ്പി പറഞ്ഞു തരട്ടെ കൂട്ടുകാരെ, ഒന്ന് ചെയ്തു നോക്കണേ. ഇന്നത്തെ മിനി വ്ളോഗിനകത്ത് നമ്മൾ ചെയ്യുന്നതുണ്ടല്ലോ. രാവിലെ ഞാൻ ഒരു പൊറോട്ട ഉണ്ടാക്കിയത്, നമ്മുടെ രശ്മി പൊറോട്ട, അത് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാമെന്ന് വെച്ച്. ഒരു 4-5 കിഴങ്ങെടുത്തിട്ട് കുക്കറിലിട്ട് അത് വേവിച്ചെടുക്കണം കേട്ടോ. വേവിച്ചെടുത്തതിന് ശേഷം തണുത്തതിന് ശേഷം അത് കൈകൾ കൊണ്ട് ഉടച്ചെടുക്കണം. പിന്നെ അതിലേക്ക് സവാളയും പച്ചമുളകും ചേർത്ത് കൊടുക്കണം. ഈ പറയുന്നതെന്ന് വെച്ചാൽ നമ്മുടെ രശ്മി പൊറോട്ട എന്ന് പറയും. അലു പൊറോട്ടയെക്കാട്ടിലും ടേസ്റ്റി ആയിട്ടുള്ള ഒരു പൊറോട്ടയാണ്. പിന്നെ അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം. പിന്നെ നമ്മുടെ കസൂരി മേത്തിയും കൂടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇനി നമ്മുടെ ആ സംഭവം മൈദാമാവാണ് വേണ്ടത്. ഇവിടെ എടുത്തേക്കുന്നത് 1.5 കപ്പ് മൈദാമാവാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് മൈദാമാവിന് പകരമായിട്ട് നിങ്ങൾക്ക് ആട്ടപ്പൊടിയും എടുക്കാവുന്നതാണ്. അങ്ങനെ മൈദാമാവ് ചേർത്തതിന് ശേഷം കൈകൾ കൊണ്ട് നല്ല രീതിയിൽ മിക്സ് ആക്കി എടുക്കണം. ഇപ്പം നമ്മൾ വെള്ളം ചേർത്തിട്ടില്ല. വെള്ളം വേണമെങ്കിൽ മാത്രം ഇതിനകത്തേക്ക് തളിച്ചു കൊടുത്താൽ മതിയാകും കേട്ടോ. അങ്ങനെ നമ്മൾ കൈകൊണ്ട് നല്ല രീതിയിൽ അങ്ങോട്ട് ഞെരടി കൊടുക്കണം. ഇത് അടിപൊളി സംഭവമാണ് കേട്ടോ. നിങ്ങൾ ഒരു വട്ടം ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞാൽ പിന്നീടും ഇത് തന്നെ ഉണ്ടാക്കുള്ളൂ. കുറച്ച് വെള്ളത്തിൻ്റെ ആവശ്യവും കൂടി എനിക്ക് തോന്നുന്നു. കുറച്ച് വെള്ളം കൈകൾ കൊണ്ട് തളിച്ച് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് തൈര് ചേർക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ചട്നി ഉണ്ടാക്കിയിട്ട്, പുതിനയില ചട്നി ഉണ്ടല്ലോ, അത് തയ്യാറാക്കി ഇതിലൂടെ കഴിക്കാവുന്നതാണ്. അങ്ങനെ നല്ല രീതിയിൽ അങ്ങോട്ട് ഞാൻ മിക്സ് ആക്കി എടുക്കുകയാണ്. കൂടുതലായി മാവ് എടുക്കുന്ന സമയത്ത് വെള്ളം കൂടുതലായി വേണ്ടി വരും കേട്ടോ. ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. 1/2 ഗ്ലാസ് വെള്ളത്തോളം ചേർക്കേണ്ടി വന്നു എനിക്ക് കേട്ടോ. അങ്ങനെ നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട് കണ്ടോ. ഈ ഒരു പരുവത്തിലായി കിട്ടും. നമ്മൾ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന ആ ഒരു പരുവത്തിനകത്തായിട്ട് കിട്ടും. ഇനി ഇതിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാം. ഒരു പരത്തുന്ന ഒരിതിലേക്ക് കുറച്ച് നമ്മൾ മാവ് ചേർത്തിട്ട്, ഞാനിവിടെ ആട്ടമാവാണ് ചേർത്തേക്കുന്നത്. ചെറിയ ഉരുളകളായിട്ട് എടുത്തിട്ട് നമ്മൾക്ക് ചപ്പാത്തി പരത്തുന്ന കൂട്ട് പരത്തി എടുക്കാവുന്നതാണ്. തവ ചൂടായി കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് ഇട്ട് നെയ്യും ബട്ടറും മിക്സ് ആക്കിയിട്ടുള്ള അത് ചേർത്ത് കൊടുത്തിട്ട് തിരിച്ചും മറിച്ചുമായി ഇട്ട് വേവിച്ചെടുക്കാവുന്നതാണ്. ചെറിയ രീതിയിലൊന്ന് പൊങ്ങി വരും. ഇത് അടിപൊളിയാണ്. ഞാൻ പറഞ്ഞല്ലോ, മുന്നേ തന്നെ പറഞ്ഞു, ഒരു പ്രാവശ്യം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ ഫാനായി മാറും. അത്രയ്ക്ക് ടേസ്റ്റിയാണ്. നല്ല സോഫ്റ്റാണ്. നല്ല കണ്ടോ, അടിപൊളിയാണ് കണ്ടോ. എന്തായാലും നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട്. എന്തായാലും ഞാനൊന്ന് മക്കൾക്ക് കൊടുക്കട്ടെ. കണ്ടോ, ഇങ്ങനെയാണ് കഴിക്കുന്നത്. എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്യണേ.